ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രവും വേദിയും തമ്മിലുള്ള തല്ലുകൂട്ടവും പ്രണയവും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ആ ഇടയിലാണ് നമ്മുടെ രാധ വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുകയാണ്. രാധ വന്ന് വഴക്കുണ്ടാക്കുന്നത് വിക്രത്തിൻ്റെ പേരിൽ വിക്രം തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നാട്ടിലെല്ലാവരും ഓരോന്ന് പറയുകയാണ്. ഇതിനൊരു തീരുമാനം വിക്രം ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞിട്ട് രാധ വിക്രത്തിൻ്റെ വീട്ടിൽ വരികയാണ് കേട്ടോ. അപ്പോൾ രാധ വരുന്ന സമയത്ത് വിക്രം വീട്ടിലുണ്ടായിരുന്നില്ല. നമ്മുടെ വേദയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വേദയുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത്, നീ ഒരുത്തി കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയത്. നീ വന്നില്ലായിരുന്നെങ്കിൽ വിക്രം എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചേനെ. ഇപ്പം നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ വിക്രത്തിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. വിക്രം എന്നെ കല്യാണം കഴിക്കും. ഞാനും വിക്രവും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. നീ കാരണമാണ് വിക്രം എന്നെ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിരിക്കണമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വേദയും രാധയും കൂടി വഴക്ക് കൂടുന്ന സമയത്ത് നമ്മുടെ വിക്രം വരികയാണ് കേട്ടോ. വിക്രം വരുമ്പോൾ വേദ പറയും, നിങ്ങളിവളെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഇവള് പറയണത്. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ രാധ പറയും വിക്രമേട്ടാ, നമ്മൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറയുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ രാധയുടെ നേരെ വേദ കൈയോങ്ങും. നീ മിണ്ടരുത്, നീ ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ എൻ്റെ കൈ നിൻ്റെ മുഖത്തിരിക്കുമെന്ന് വേദ രാധയോട് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.